അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാ അൽഹംദുലില്ലാ എനിക്കിവിടെ സുഖമാണ് കേട്ടോ. തലേന്ന് കടയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളൊന്നും എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഏകദേശം രാവിലെ ഒരു 11 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ടൈമിൽ ഈ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിക്കൊട്ടയിൽ അധികം ഞാൻ അടിയിൽ എന്തെങ്കിലും പേപ്പർ വിരിക്കാറുണ്ട് കേട്ടോ. ഇതിൽ ഉള്ളിൻ്റെ തൊലിയായിട്ടോ അല്ലെങ്കിൽ പൊടിയായിട്ടോ ഒക്കെ നമ്മൾ വെക്കുന്ന സ്ഥലത്ത് നിലത്താവും കേട്ടോ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കൊട്ടയിൽ അടിയിൽ തന്നെ ഒരു ചെറിയൊരു കവർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഗിഫ്റ്റിൻ്റെ ഒരു പൊതി ഉണ്ടായിരുന്നേ, അതാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് പിന്നെ ചെറിയുള്ളിയും കാര്യങ്ങളൊക്കെ അതിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതും സെറ്റാക്കി. പഴയ നമ്മൾ കുറച്ച് മുന്നേ വാങ്ങിയിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ, ചെറിയുള്ളി, അത് ഞാൻ വെള്ളത്തിലിട്ട് വെക്കുകയാണ് കേട്ടോ. ഒരു 15 മിനിറ്റോളം വെള്ളത്തിലിട്ട് വെച്ചാൽ നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയുള്ളി ആവശ്യമായിട്ട് വരുമല്ലോ. അപ്പോൾ തൊലി കളഞ്ഞെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തൊലിയൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളത്തിൽ അത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഗ്രീൻ പീസിൻ്റെ കടല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വെണ്ടയ്ക്ക കുറച്ച് തോനെയുണ്ടായിരുന്നു കേട്ടോ, നമുക്ക് ഉപ്പേരി വെക്കാനും കറി വെക്കാനും ഒക്കെ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഇതെല്ലാം കൂടി ഒരു കവറിലാണ് എടുത്ത് വെക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെജിറ്റബിളിൻ്റെ ബോക്സിൽ വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇത് ഓരോന്നായിട്ട് തരം തിരിച്ച് വെച്ചാൽ എളുപ്പമായിട്ട് എടുക്കുകയും ചെയ്യാമല്ലോ. അങ്ങനെ വെണ്ടയ്ക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഉള്ളിയും കാര്യങ്ങളൊക്കെ വേറൊരു കൊട്ടയിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കുറച്ച് ബീട്രൂട്ടും പിന്നെ പൂളയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. പൂള കുറേ ദിവസമായി ഞാൻ വിചാരിക്കുന്നു പൂള കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ബീട്രൂട്ടും കാര്യങ്ങളൊക്കെ ചെറിയൊരു കവറിലേക്ക് വെണ്ടയ്ക്ക വെച്ച പോലെ തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ പൂളയും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ. കുറച്ചൊക്കെ കഴിഞ്ഞ് മീൻ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് തോനെ തന്നെ പൂള കിട്ടിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഫ്രിഡ്ജിലേക്ക് വെക്കാനുള്ള ഐറ്റംസ് ഉണ്ടല്ലോ, അതൊക്കെ ഇതേപോലെ നമ്മുടെ വെജിറ്റബിൾസിൻ്റെ ബോക്സ് ഉണ്ടാവുമല്ലോ അടിയിൽ ഫ്രിഡ്ജിൽ, അതിലാണ് കേട്ടോ ഇട്ട് വെക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കുകയും ചെയ്യാം, കേടാവാതെ കിട്ടുകയും ചെയ്യുമല്ലോ. പിന്നെ ഞാൻ മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തോനെ തന്നെ നമുക്ക് ചെറിയുള്ളി ആവശ്യമാണല്ലോ. അങ്ങനെ ചെറിയുള്ളി ഞാൻ തൊലി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ. നമ്മൾ ആ പണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇത് പെട്ടെന്ന് തന്നെ തൊലി കളഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ. വെള്ളത്തിൽ കുറച്ച് നേരം കുതിർത്താൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇതേപോലെ നമുക്ക് ചെറിയുള്ളി തൊലിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയുള്ളിയൊക്കെ തൊലിക്കാൻ മടിയുള്ളവർക്ക് ഏറ്റവും നല്ല ടിപ്പാണ് കേട്ടോ അത്. അങ്ങനെ ചെറിയുള്ളിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ട് എല്ലാം കൂടി നല്ലപോലെ കേക്ക് എടുത്തതിന് ശേഷം ലാസ്റ്റ് ഞാൻ ചോപ്പറിലിട്ടിട്ടാണ് കേട്ടോ അതൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ തൊലി കളഞ്ഞിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം 2 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെറിയുള്ളി തോനെ എടുക്കുന്ന സമയത്ത് വെല്ലുള്ളി എടുക്കാറില്ല കേട്ടോ. വെല്ലുള്ളി ആകുമ്പം മീൻ കറിക്ക് വലിയൊരു ടേസ്റ്റ് തോന്നാറില്ല. അങ്ങനെ ഞാൻ ഇതെല്ലാം കൂടി ഇട്ട് ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം മീനിൻ്റെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉലുവ മാത്രം ചേർക്കുന്നുണ്ട്. ഉലുവ ഞാൻ അധികം ചേർക്കാറില്ല, എപ്പോഴെങ്കിലുമൊക്കെ തോന്നുമ്പോൾ മാത്രമേ ചേർക്കാറുള്ളൂ. അപ്പോൾ ഈ ഒരു മീൻ കറിക്ക് ഞാൻ ഉലുവയ്ക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്തിട്ടുള്ള എല്ലാ ഐറ്റംസ് ഉണ്ടല്ലോ അതൊക്കെ ഇട്ടിട്ട് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ചേർക്കുന്നത് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം, പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇപ്പുറത്ത് പാനിൽ ഞാൻ കുറച്ച് കറിവേപ്പില എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് തന്നെ മീനൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മീനിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ തലേന്ന് നമ്മൾ കൂട്ടി വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് മീനും കാര്യങ്ങളൊക്കെ പൊരിച്ചെടുക്കാം. അങ്ങനെ മീൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് നമ്മൾ മീൻ കറി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കാനും നോക്കണേ. ലാസ്റ്റ് ഞാനിതിലേക്ക് നല്ലപോലെ വഴറ്റി കിട്ടിയപ്പം ഇതിലേക്കുള്ള മസാലയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ പുളി ഞാൻ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ്, അത് ഒന്ന് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിക്കണം. അതിനിടയിൽ മീൻ നന്നായിട്ട് ഒരു ഭാഗം കുക്കായി വന്നപ്പം തിരിച്ചു മറിച്ചിട്ടിട്ടൊക്കെ ഒന്ന് കുക്കാക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഒരാൾ എന്നോട് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ദോശൻ്റെ തവ എങ്ങനെ മയക്കിയെടുക്കുക എന്നുള്ളത്.
ഞാൻ അടുപ്പിൽ വെക്കുന്ന ദോശൻ്റെ ചട്ടി ഉണ്ടല്ലോ അത് മയക്കിയെടുത്തത് 3 ദിവസം കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ. ഓരോ ദിവസം കഞ്ഞിവെള്ളം മാറ്റി കൊടുത്തിട്ട് കഞ്ഞിവെള്ളം അടുപ്പത്ത് നമ്മൾ അടുപ്പിലെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുപ്പത്ത് നമ്മൾ ആ ചട്ടി വെച്ചിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ 3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഉപയോഗിക്കാൻ തുടങ്ങിയത് കേട്ടോ. നമുക്ക് ഒന്നിരിക്ക് വേണമെങ്കിൽ ഉള്ളി എടുത്തിട്ട് നമുക്ക് എണ്ണയിൽ ഡീപ്പ് ചെയ്തിട്ട് അത് വെച്ചിട്ടും നമുക്ക് മയക്കിയെടുക്കാം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്തൊക്കെ നമ്മൾ എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടും ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ടും എണ്ണ നല്ല പോലെ തൂവി കൊടുത്ത് എല്ലായിടത്തും ആക്കി കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ തന്നെ വെക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ചട്ടിക്ക് നല്ലൊരു മയക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഒരാൾ എന്നോട് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കമൻറ്റിൽ എനിക്ക് എത്രത്തോളം പറയാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ അത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അങ്ങനെ മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ കുഞ്ഞുമത്തിയാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടപ്പം വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അങ്ങനെ ഇത് കുറച്ച് തോനെ തന്നെ നമ്മൾ ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മീൻ കറി നന്നായിട്ട് പുളിവെള്ളമൊക്കെ ഒഴിച്ച് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു ടൈമിലാണ് നമ്മൾ മീനും കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ കുഞ്ഞുമത്തി ആകുമ്പം ഞാൻ കുറേ വിചാരിച്ചിരുന്നു കേട്ടോ, നമ്മൾ പച്ചക്കുരുമുളകൊക്കെ ഇട്ടിട്ട് വറ്റിക്കാന്നുള്ളത്. പക്ഷേ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ ചെയ്യാഞ്ഞത്. പിന്നെ ഇതേപോലെ മീൻ കറി വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ മീനൊക്കെ ചേർത്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മളെ മീൻ കറിയും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് റെഡി ആയിക്കോളും. നമ്മൾ കപ്പ വെക്കുന്ന സമയത്ത് എന്തെങ്കിലും അതിലേക്ക് കറി ആവശ്യമാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ച് മീൻ കറി എന്തായാലും ഉണ്ടല്ലോ, അപ്പോൾ എന്തായാലും ഇന്ന് കപ്പ വെക്കാമെന്ന് കേട്ടോ. അങ്ങനെ ഞാൻ പൂളിയും കാര്യങ്ങളൊക്കെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ അധികം പൂളാന്നാണ് കേട്ടോ പറയുക. അതാണ് നിങ്ങളെ നാട്ടിൽ എന്താ പറയുക എന്നുള്ളത് ഒന്ന് കമൻറ്റിൽ അറിയിക്കേണ്ടി കേട്ടോ. അങ്ങനെ ഞാൻ പൂളൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ കളഞ്ഞ് അത് വേഗം വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ ഒന്ന് വൃത്തിയാക്കി ഇട്ടതിന് ശേഷമാണ് കേട്ടോ നല്ലപോലെ കേക്ക് എടുത്തിട്ട് പിന്നെ നമ്മൾ ഈ പൂളിയും കാര്യങ്ങളൊക്കെ ഒന്ന് കൊത്തി നുറുക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ കേക്ക് എടുത്തതിന് ശേഷം കുക്കറിലിട്ടിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് കുറച്ച് വെള്ളവും ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് ലാസ്റ്റ് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയൊക്കെ ഇട്ട് ചുവന്ന മുളകൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ വറവിട്ടെടുക്കുന്നത്. അങ്ങനെ മീൻ കറിയും പിന്നെ നമ്മളെ പൂളിയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൂടോട് കൂടിയിട്ട് തന്നെ മീൻ കറിയും പൂളിയും കൂട്ടി കഴിക്കട്ടെ എന്ന് വിചാരിച്ച് അതിലേക്ക് 2 മീൻ പൊരിച്ചും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതും കൂടിയും കൂട്ടി കഴിച്ചാൽ ഇന്നത്തെ ഫുഡ് ഉഷാറാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.